ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രോഹിത്തിനെ അങ്ങനെ ഉന്നം വെച്ച് നിൽക്കുവാണ് ഉപേന്ദ്രൻ്റെ ഗുണ്ട ആ ഡേവിഡ് മാർട്ടിൻ. അപ്പോൾ ഡോക്ടറും നേഴ്സും ഒക്കെ വന്ന് ശ്യാമയെ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. ഡേവിഡിനാണെങ്കിൽ രോഹിത്തിനെ ഷൂട്ട് ചെയ്യാനോട്ട് കഴിയുന്നുമില്ല. ഡോക്ടർ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ മരുന്ന് വാങ്ങിച്ചോ എന്ന് രോഹിത്തിനോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഫാർമസിയിലില്ല, അതുകൊണ്ട് പുറത്തുപോയി വാങ്ങിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, എന്താ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്ക്. രോഹിത് അങ്ങനെ മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകുന്ന നോക്കിക്കൊണ്ട് തന്നെ ഡേവിഡും അവൻ്റെ പുറകെ പോവുകയാണ്. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടെ കാറിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് പുറത്തോട്ട് വരാനായിട്ട് പോകുമ്പോഴാണ് ശാലിനിയും വിഷ്ണുவோട് അകത്തോട്ട് കയറി വരുന്നത്. എപ്പോഴെത്തിയെന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ ശാലിനി പറയും, ഇതാണ് ഞാൻ ഇപ്പോഴെത്തിയതേ ഉള്ളൂ, മരുന്ന് വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോവുക എന്നിങ്ങനെയൊക്കെ രോഹിത്ത് ശാലിനിയോടും വിഷ്ണുവിനോടും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഡേവിഡ് അവിടെ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് ഉന്നം പിടിക്കുവാണ് രോഹിത്തിനെ വെടിവെക്കാനായിട്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ആ മെഡിസിൻ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ അങ്ങ് താഴോട്ട് വീഴുവാണ്. രോഹിത്ത് അത് എടുക്കാനായിട്ട് കുനിയും ഡേവിഡ് ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ രോഹിത്ത് ഒന്ന് കുനിഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ പോയതുകൊണ്ട് രോഹിത്തിന് ആ ബുള്ളറ്റ് ഏറ്റില്ല. പക്ഷേ അത് അവിടെ ഇരുന്ന ഫ്ലവർ വേസിലാണ് കൊണ്ടത്. ഫ്ലവർ വേസ് അങ്ങനെ പൊട്ടിത്തെറിക്കുവാണ്. അത് കണ്ട് അവരെല്ലാവരും അങ്ങനെ ഭയന്ന് നിൽക്കുവാണ്. വിഷ്ണു നോക്കുമ്പോൾ ഡേവിഡ് ഇങ്ങനെ ആ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇടാ എന്നും പറഞ്ഞ് വിഷ്ണു അവൻ്റെ പുറകിന് ഓടുവാണ്. വിഷ്ണുവിനെ ആളിനെ മനസ്സിലായെന്ന് തോന്നുന്നു. വിഷ്ണു അവൻ്റെ പുറകിന് ഓടുമ്പോൾ രോഹിത്തും പുറകിന് ഓടുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവും രോഹിത്തും കൂടെ ഓടി വരുന്നത് കണ്ടുകൊണ്ട് ഡേവിഡ് പെട്ടെന്ന് അവൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൾ പോവുകയും ചെയ്തു. കള്ള പന്നി കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷിച്ചിങ്ങനെ വിഷ്ണു അവൻ പോയതെന്ന് നോക്കി നിൽക്കുവാണ്. എന്തായാലും നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് രോഹിത്തിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഉപേന്ദ്രനയച്ച ആ ഗുണ്ട ഡേവിഡ് മാർട്ടിൻ്റെ മുഖം ശരിക്കും വിഷ്ണു കണ്ടിട്ടുണ്ട്. ശാലിനി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനോട്ട് വിളിച്ച് പറഞ്ഞതനുസരിച്ച് രോഹിത്തും വിഷ്ണു കൂടെ പോലീസ് സ്റ്റേഷനോട്ട് ചെന്നിരിക്കുവാണ്. രോഹിത്തിനെ ഷൂട്ട് ചെയ്യാൻ വന്നിരുന്നവൻ്റെ ഫോട്ടോ അവിടെ എന്തെങ്കിലും കണ്ടാൽ ഇവരൊന്ന് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ രണ്ടുപേരെയും അങ്ങോട്ട് വിളിച്ചിരുന്നത്. അങ്ങനെ സബ് ഇൻസ്പെക്ടർ കുറച്ച് ഫോട്ടോസുകളെല്ലാം വിഷ്ണുവിനെയും രോഹിത്തിനെയും കാണിക്കുവാണ്. അതിലൊന്നും ഈ ഡേവിഡ് മാർട്ടിൻ്റെ ഫോട്ടോ കാണുന്നില്ല. വിഷ്ണുവിനറിയാം അവൻ്റെ ഫോട്ടോ ഒരിക്കലും ഇവർ കാണിക്കത്തില്ലെന്ന്. സാറേ, നിങ്ങൾ ഈ കാണിച്ച ഇവരുടെയൊക്കെ ഫോട്ടോ കണ്ടിട്ടേ ഇവർക്ക് നേരെ ചൊവ്വേ ഒരു പിച്ചാത്തി പോലും പിടിക്കാൻ അറിയില്ല. പിന്നെ കളക്ടർ ഇടപെട്ട കേസല്ലേ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. ചന്ദ്രബോസിൻ്റെ പോലീസുകാർ തന്നെയല്ലേ നിങ്ങൾ? ഇതിൽ കൂടുതലൊന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഞങ്ങൾക്കറിയാം. കളക്ടർ തന്ന കേസായതുകൊണ്ട് പോലീസുകാർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങളുടെ ഈ നാടകമൊക്കെ. എങ്കിൽ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാം എന്നാ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. അയ്യോ, അതും വേണ്ടായേ എന്നിങ്ങനെ വിഷ്ണു കളിയാക്കി പറയുവാണ്. ഞങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ട് പറഞ്ഞതാ, അതായത് ചാകാൻ പേടിയല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നതിലുള്ള പേടി കൊണ്ട് പറഞ്ഞതാ. ചന്ദ്രബോസ് പറയുന്നതിനപ്പുറം ഒരു ചെറു വിരൽ പോലും ഇവരനക്കില്ലെന്ന് വിഷ്ണുവിന് നല്ലതുപോലെ അറിയാം. അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വിഷ്ണു അവർക്ക്. ചന്ദ്രബോസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഡേവിഡിൻ്റെ ഫോട്ടോ ഇവർക്ക് കാണിച്ചു കൊടുക്കാത്തതെന്നൊക്കെ വിഷ്ണു അവിടെ പറയുന്നുണ്ട്. ചന്ദ്രബോസിൻ്റെ പോലീസുകാരിൽ യാതൊരു വിശ്വാസമില്ലെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് വിഷ്ണുവും രോഹിത്തും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ കൊലയാളിയുടെ പിന്നാലെ തന്നെ നമ്മളുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുക വേണ്ടത്. അതിനിവിടെ നിന്നിട്ട് കാര്യമില്ല. അതിവിടെ അല്ല, വേറൊരു സ്ഥലത്താണ്. അതെനിക്ക് നന്നായിട്ടറിയാം. വാ രോഹിത്തെ, നമുക്ക് അങ്ങോട്ട് പോകാം. അവനെ നമ്മുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടവരുടെ അടുത്തോട്ട് തന്നെ ചെന്ന് നമ്മളിതിൻ്റെ മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. അത് ഈ വിഷ്ണു കൊടുത്തിരിക്കും. അടിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോയ വഴിയെ ചെന്ന് അടിക്കണമെന്നൊരു പഴഞ്ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചെയ്തു തന്നതിനൊക്കെ വളരെ നന്ദി എന്നൊക്കെയാ പോലീസുകാരോട് പറഞ്ഞിട്ടാണ് വിഷ്ണു രോഹിത്തിനെയും കൂട്ടി അവിടുന്ന് പോകുന്നത്. വിഷ്ണു ഒരുപാട് കളിയാക്കിയൊക്കെ ചെയ്ത് സഹിക്കാൻ വയ്യാതെ ആ ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ് കൈയിട്ട ടേബിളിലൊക്കെ ഇട്ട് അടിക്കുവാണ്. ശ്യാമ നല്ല മയക്കത്തിലാണ്. ശാലിനി അവളുടെ അടുത്ത് തന്നെ ഇരിക്കുവാണ്. ശ്യാമ എങ്ങനെ മയങ്ങി കിടക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉപബോധ മനസ്സിൽ ഉപേന്ദ്രൻ വന്നതും തോക്ക് ചൂണ്ടിയതും രോഹിത്തിനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയതും ശ്യാമയ്ക്ക് വെടിയേറ്റതും ഒക്കെ ഇങ്ങനെ അവളുടെ മനസ്സിൽ വരുവാണ്. വീണ്ടും ഉപേന്ദ്രൻ്റെ ഗുണ്ട രോഹിത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഓർത്തിട്ട് പെട്ടെന്ന് ശ്യാമ രോഹിത്തേന്നും പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുവാണ്. അയ്യോ, എന്തു പറ്റി ശ്യാമേ? പേടിച്ചതാണോ? വല്ല സ്വപ്നം വല്ലതും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, രോഹിത്തിനെ ആക്രമിക്കാൻ അവർ വീണ്ടും വരുമോ? ഇല്ല, വരില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ശ്യാമയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുവാണ്. നീ സമാധാനമായിട്ട് കിടന്നെന്നുറങ്ങ്, ഇത്രയും വലിയ സെക്യൂരിറ്റിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് മറികടന്ന് ആരും ഇങ്ങോട്ട് വരില്ല രോഹിത്തിനെ ഉപദ്രവിക്കാൻ, നീ സമാധാനപ്പെടുമോളെ എന്നൊക്കെ വീണ്ടും ശാലിനി പറയുവാണ്. അപ്പോൾ ശാരിക അങ്ങോട്ട് അവർക്കുള്ള ആഹാരമായിട്ട് വരുവാണ്. ശാരികയും പറയുന്നുണ്ട്, ഇങ്ങോട്ട് ആരും വരില്ല, ഞാൻ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നതായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അതുകൊണ്ട് ശ്യാമയെ മോളെ നീ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാരിയും ശ്യാമയെ സമാധാനിപ്പിക്കുവാണ്. ശാരിക ശാലിനിയോട് ചോദിക്കുന്നു, എന്തൊക്കെയാണ് ശാലിനി ഈ കാണുന്നത്? നമ്മളിതൊക്കെ സിനിമയിലും സീരിയലും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ.
ഇപ്പോഴിത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടപ്പിറപ്പിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പോലീസ് തിരയുന്നുണ്ട്, അവനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ പുറം ലോകം കാണിക്കത്തില്ല എന്ന് ശാലിനി പറയുവാണ്. ശാരിക ചോദിക്കുന്ന രോഹിത് എവിടെ? അത് വിഷ്ണുവേട്ടനും രോഹിത്തും കൂടെ ഒരു സ്ഥലം വരെ പോയിരിക്കുക, അവർ വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ശാരികയും ശാലിനിയും ശ്യാമയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്യാമയ്ക്കൊരു സമാധാനവുമില്ല. അവൾ ഭയങ്കര ടെൻഷൻ എടുക്കുവാണ്. വെള്ളം വേണോ മോളെ എന്നൊക്കെ ചോദിച്ച ഒരു വെള്ളമൊക്കെ കുടിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്നാൽ വിഷ്ണുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ശാലിനി ഫോൺ ചെയ്യുവാണ് വിഷ്ണുവിന്. ചന്ദ്രബോസിന്റെ സ്റ്റേഷനിൽ സുസ്മിത വന്നിരിക്കുവാണ്. എന്താ ചിറ്റപ്പൻ എന്തൊക്കെ ഈ ആലോചിച്ച് കൂട്ടുന്നത്? കൂടെയുള്ള ഒരുത്തൻ അങ്ങനെ പാഴായിപ്പോയെന്ന് കരുതി അതൊന്നും കാര്യമാക്കണ്ട ചിറ്റപ്പ. അത് കേട്ട് ചന്ദ്രബോസ് പറയുന്നത്, പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയായി, ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ലെന്ന്. ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യാൻ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നോക്കി നിൽക്കുവാണ്. അയാൾ എന്ത് കാണിച്ചാൽ അതിന് നമ്മളാണോ ചിറ്റപ്പ ഉത്തരം പറയേണ്ടത്? തന്നെ തോക്കും എടുത്തോണ്ട് പോയതല്ലേ, അനുഭവിക്കട്ടപ്പോഴേ. ആ ഉപേന്ദ്രൻ വിട്ട ഗുണ്ടയുടെ പേരെന്താ? ഡേവിഡ് പോത്തനോ? അവൻ ഇവിടെ വന്നിട്ടാണെന്ന് തോന്നുന്നു തോക്കുമൊക്കെ കണ്ടത്. തോക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു പണിക്കാരനും പണി എടുപ്പിക്കാൻ അറിയാത്ത ഒരു മുതലാളിയും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് ആകെ ദേഷ്യപ്പെടുവാണ്. സുസ്മിത പറയുന്നു, അത് ചിറ്റപ്പ നമ്മളുടെ ബലത്തിലല്ലേ അയാൾ ഇത്രയൊക്കെ ചെയ്ത് കാണിച്ചത്. ഇനി എന്താന്ന് വെച്ചാൽ അയാൾ തന്നെ അങ്ങ് കാട്ടിക്കൂട്ടട്ടെ, അല്ലാതെ നമ്മളെന്ത് ചെയ്യാന്? എന്തും നേടാവുന്നുള്ളൊരു അഹങ്കാരം ഉണ്ട് അയാൾക്ക്, അതുകൊണ്ട് അനുഭവിക്കട്ടെ. അപ്പോൾ ചന്ദ്രബോസ് കേട്ടിട്ട് പറയുക, എടി മോളെ, പണം കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നുണ്ട്, ചങ്കൂറ്റം. അതങ്ങ് വാനോളമുള്ള ഒരുത്തൻ നടക്കുന്നുണ്ട്, അതായത് വിഷ്ണു. അവനാണെങ്കിലോ ആരുടെ മേലെ കുതിര കയറണമെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണ്. ഉപേന്ദ്രന് നല്ലതുപോലെ അറിയാം, വിഷ്ണുവിൻ്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ട പിന്നെ കൊട്ടയിലോ വട്ടിയിലോ ഒന്നും വലിച്ചു കോരി എടുക്കാൻ വയ്യാത്ത വിധത്തിൽ അവനാക്കി വിടുമെന്ന്. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഈ ഉപേന്ദ്രൻ. എന്നിട്ടും അയാൾ എന്തിനാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ സുസ്മിതയോട് പറയുവാണ് ചന്ദ്രബോസ്. അപ്പോൾ രോഹിത്തും വിഷ്ണുവും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനോട്ട് വന്നിരിക്കുവാണ്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഉപേന്ദ്രൻ ഇരിക്കുന്നിടത്തുനിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനാണ് ഉപേന്ദ്രന് അഭയം കൊടുക്കുന്നതെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ചേർന്ന് വരുത്തി തീർക്കും. ഇതിനിപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചന്ദ്രബോസ് ആലോചിച്ചിരിക്കുവാണ്. ഒറ്റയാനെ വീഴ്ത്താൻ വാരിക്കുഴി തന്നെയാണ് നല്ലത്. അത് നന്നായിട്ട് അങ്ങോട്ട് പണിയെടുത്താൽ പിടിച്ചു കയറ്റാനുള്ള അവസരം പോലീസുകാർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി ചിറ്റപ്പ എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട്. ഇനി എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ഒറ്റ കൊടുക്കാതെ വേറെ മാർഗമില്ല. അങ്ങനെ അവർ രണ്ടുപേരോട് ഇങ്ങനെയൊക്കെ ഓരോ പ്ലാനുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവും രോഹിത്തും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. വിഷ്ണുവിൻ്റെ ആ വരവും നോട്ടം കണ്ടപ്പോഴേ ചന്ദ്രബോസിന് മണത്ത് ഇതൊരു നടക്കൊന്നും പോകാമെന്നതല്ല. ചന്ദ്രബോസ് ഒന്ന് ഞെട്ടി ഭയക്കുന്നുണ്ട്. വിഷ്ണു പെട്ടെന്ന് രോഹിത്തിനെ ചന്ദ്രബോസിന്റെ മുന്നിലോട്ട് നിർത്തിയിട്ട് പറയുന്നു, വേണ്ട, കൊല്ലാനാണെങ്കിൽ കൊന്നോണം. ഇവനെ കൊല്ലാനല്ലേ തോക്കും ആയുധമൊക്കെ കൊടുത്ത് ഗുണ്ടകളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. വേണ്ട, ഇപ്പം എൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലണം. എന്താ, കൊല്ലുന്നില്ലേ? ചന്ദ്രബോസ് ഇങ്ങനെ ഭയന്ന് നോക്കി നിൽക്കുന്ന കണ്ടുകൊണ്ട് വിഷ്ണു ചിരിച്ച് കളിയാക്കുവാണ്. സുസ്മിത ഇതൊക്കെ കണ്ടുകൊണ്ട് അവളും ഭയന്ന് വിറച്ചാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് വിഷ്ണു കൈനൂത്തൊന്ന് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്താ, അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് കയ്യിൽ റിവോൾവറും ഒന്നും ഇല്ലാതെയാണോ ചുറ്റി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കളിയാക്കുമ്പോൾ ചന്ദ്രബോസ് ദേഷ്യത്തോടെ അങ്ങ് എഴുന്നേൽക്കുവാണ്. ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നു, എടാ, നീയും നിന്റെ ചിറ്റപ്പനും തമ്മിലുള്ള കുടുംബ വഴക്കാണ്. ഇതിൽ ആദ്യമൊക്കെ ഞങ്ങളും അയാളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നതിനകത്തൊന്നും ഞങ്ങൾക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല. ഞങ്ങളുടെ അറിവോ സമ്മതത്തോടുകൂടി ഒന്നുമല്ല ഉപേന്ദ്രൻ ഈ കാണിച്ചു കൂട്ടുന്നതൊന്നും. അയാളുമായിട്ടിപ്പം യാതൊരു കണക്ഷനുമില്ല. സുസ്മിത അപ്പോൾ പറയുന്നത്, നിന്റെ അച്ഛൻ്റെ സ്വത്ത് നിന്റെ ചിറ്റപ്പൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ ആ സ്വത്ത് ഇപ്പോൾ രോഹിത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ രോഹിത്തിനെ കൊല്ലുന്നതിന് വേണ്ടി നിന്റെ ചിറ്റപ്പൻ ഉപേന്ദ്രൻ വാളും പരിചയമൊക്കെ ആയിട്ട് മുറുക്കി നടക്കുവാണ്. അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്കിതിലൊന്നും യാതൊരു പങ്കുമില്ല. സുസ്മിതയുടെ ഈ വാക്ക് കേട്ടിട്ട് വിഷ്ണുവിന് ദേഷ്യം എരച്ചു കയറുക. എടിയടിയടി, നീ അങ്ങനെ വലിയ പരിശുദ്ധ പുണ്യാളൻ്റെ വേഷമൊന്നും അണിയണ്ട കേട്ടോ. ഈ പറയുന്ന ഉപേന്ദ്രനുണ്ടല്ലോ, അയാളെ ഇതിലേക്ക് വലിച്ചടിച്ചത് നിങ്ങളെല്ലാവരും കൂടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തടി തപ്പാനൊന്നും നോക്കണ്ട. ചന്ദ്രബോസ് കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എണ്ണി ചോദിക്കുവാണ് വിഷ്ണു. എന്നിട്ട് ദേഷ്യത്തോടെ വിഷ്ണു ചന്ദ്രബോസിനോട് പറയുന്നു, രോഹിത്തിനെ കാണിച്ചിട്ട് ഇനിയും നിങ്ങളുടെ ദൃഷ്ടി ഇവൻ്റെ മേലെ പെട്ടാലുണ്ടല്ലോ, പിന്നെ ഞാനൊരു വരവിങ്ങോട്ടിങ്ങ് വരും. അതെ, ഈ വിഷ്ണുവല്ല, ആ പഴയ വിഷ്ണുവായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പണ്ടത്തെ വിഷ്ണു എങ്ങനെയായിരുന്നെന്നേ ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കിയാൽ മതി. ഞാനേ ഒറ്റയാനായിട്ടേ വരത്തുള്ളൂ. എനിക്കൊരു വാടക കൊണ്ടേടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി. അതിനുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും ഈ വിഷ്ണുവിനുണ്ട്. എനിക്കതിന് ആരുടെ ഒത്താശയൊന്നും വേണ്ട. കൊല്ലാനും കൊല വിളിക്കാനും ഒന്നും ഈ വിഷ്ണുവിനോളം ഒന്നും ആരും വരില്ല എന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ ആ ടേബിളിൽ ഇങ്ങനെ കൈയടിക്കുവാണ്.
ചന്ദ്രബോസ് ആണെങ്കിൽ ആദ്യമൊക്കെ ചാടി എഴുന്നേറ്റിട്ടും വിഷ്ണുവിൻ്റെ ഈ പറച്ചിലുമൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനാകാൻ വയ്യാതെ ഇങ്ങനെ ഭയന്ന് തന്നെ നിൽക്കുവാണ്. സുസ്മിത പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഇതിൽ സത്യമായിട്ട് ഞങ്ങൾ ഇതിനകത്തില്ല. അയാളെ ഇങ്ങോട്ട് വരുത്തിയതും ആയുധം കൊടുത്ത് വിട്ടത് നീയൊക്കെ തന്നെയല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അവളോട്. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒരു സന്തോഷ വർത്തമാനം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തായാലും ആ വീടിൻ്റെ പേരിൽ തുടങ്ങിയ വഴക്കാണല്ലോ, എന്നാൽ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ അങ്ങോട്ട് ഇനി അങ്ങ് താമസിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്തേരെ, എല്ലാത്തിനെയും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ ടേബിളിൽ വീണ്ടും അടിക്കുന്നുണ്ട്. ഇതേ കലാശക്കൊട്ടിന് മുമ്പേ ഉള്ള ഒരു ചിന്ന മുന്നറിയിപ്പാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെച്ചോ, വാടാ രോഹിത്തെ എന്നും പറഞ്ഞ് വിഷ്ണു രോഹിത്തിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ചന്ദ്രബോസിന്റെ ധൈര്യമൊക്കെ ചോർന്ന് ചന്ദ്രബോസ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടോണ്ട് സുസ്മിത ചോദിക്കുക, ചിറ്റപ്പൻ ഇത് എന്ത് പറ്റി? ചിറ്റപ്പൻ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ സുസ്മിത ദേഷ്യപ്പെടുവാണ്. അത് പിന്നെ മോളെ എന്ന് പറയുന്നതല്ലാതെ ചന്ദ്രബോസിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞിട്ട് പോയത് വിഷ്ണുവാണ്. വിഷ്ണു പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അത് നന്നായിട്ട് അറിയുന്നതാണ് ചന്ദ്രബോസിന്. ആ ഒരു ടെൻഷനിലാണ് ചന്ദ്രബോസ് നിൽക്കുന്നത്. ശാരദാമ്മയുടെ വീട്ടിലോട്ട് ശാരികയും ശാലിനിയും കൊണ്ട് വിഷ്ണു അങ്ങനെ കാറിൽ വന്നിരിക്കുവാണ്. ശാരദാമ്മ ശ്യാമയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ആകെ പേടിയാണ്, പിന്നെ രണ്ടാമതൊരു ആക്രമണം കൂടെ ഉണ്ടായതല്ലേ, അതൊക്കെ ഓർത്തിട്ട് അവൾക്കൊരു സമാധാനവും ഇല്ല. സിനിമയിലും സീരിയലും ഒക്കെ അല്ലേ മോളെ നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴിത് നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചല്ലോ എന്നൊക്കെ ശാരദാമ്മയും പറയുന്നുണ്ട്. ഇനിയൊന്നും അവരുടെ ഭാഗത്തൊന്നും നീക്കങ്ങളൊന്നും ഉടനെ ഉണ്ടാവില്ല. പിന്നെ ഇതിനെയൊക്കെ പടച്ചുവിടുന്ന 2 വിഷസർപ്പങ്ങളുണ്ടല്ലോ, ഞാനും രോഹിത്തും പോയി കണ്ടിരുന്നു, അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. ശാരദാമ്മ പറയുന്നു, അപ്പം ശരി മക്കളെ, നിങ്ങൾ അകത്തോട്ട് കയറ്, അതൊക്കെ കയറാം, ഞങ്ങളൊരു കാര്യം പറയാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ വിഷ്ണു ഒരു നാണത്തോടെ പറയുവാണ്. ഇന്ന് ഞങ്ങൾ 2 പേരും കിടക്കുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ ശാരിക അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ശാരദാമ്മ ഒരാക്കി ചോദ്യം പോലെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ എന്താ? അപ്പോൾ വിഷ്ണു ഒരു നാണത്തോടെ പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും പിന്നെ ആ പുതിയ വീട്ടിൽ നിന്ന് പാല് കാച്ചിട്ട് ഞങ്ങളവിടെ കിടക്കണമെന്നൊരു ചടങ്ങൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ എന്തൊക്കെ ഒരു ശാസ്ത്രീയമൊക്കെ ഉണ്ടെന്നല്ലേ എന്നൊക്കെ വിഷ്ണു ഒരു നാണത്തോടെ ശാലിനിയെ നോക്കി പറയുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ ശാരദാമ്മയുടെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ മാറി നിൽക്കുവാണ്. ശാരദാമ്മ സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിക്കുന്നുണ്ട്. ഇത്രയും നാളും പിരിഞ്ഞിരുന്ന അവർ 2 പേരും സന്തോഷത്തോടെ ജീവിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ശാരദാമ്മയ്ക്കും വളരെ സന്തോഷം വരുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണുവും ശാലിനിയും പുതിയ വീട്ടിലോട്ട് താമസിക്കാൻ പോവുകയാണ്. ഇനി എന്തൊക്കെയാണ് സത്യാമ്മ ചെയ്യാൻ പോകുന്നത്? സത്യാമ്മ സത്യങ്ങൾ മനസ്സിലാക്കി വിഷ്ണുവിനെയും ശാലിനിയെയും കൂട്ടിയിട്ട് അവരുടെ യഥാർത്ഥ വീട്ടിലോട്ട് തന്നെ പോകുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.